നമസ്കാരം. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രം അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാതിരിക്കുകയും പിറ്റേ ദിവസം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത് അടച്ചുപൂട്ടാനായി ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു. അതായത് ആ ഉത്തരവ് പുറത്തു വന്നത് ഇന്നലെയാണ്. എനിക്ക് വളരെ വേഗത്തിൽ കിട്ടിയ ഉത്തരവ് ആളുകളിൽ നിന്ന് ലഭിച്ചത് ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 മണിക്കാണ് എൻ്റെ കയ്യിൽ ഉത്തരവ് കിട്ടിയത് ഞാൻ കണ്ടത്. എന്നാൽ ഇന്നലെ പകൽ സമയത്താണ് എല്ലാ ആളുകൾക്കും ആ ഉത്തരവിൻ്റെ കോപ്പി ലഭിച്ചത്. അങ്ങനെ ഉച്ചയ്ക്ക് ലഭിച്ച ഉത്തരവിന് ഇന്ന് തന്നെ കേരള ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കൃത്യമായ ഫയലുകളൊക്കെ തയ്യാറാക്കി ഏതാണ്ട് 11ഓളം ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി ഈ കേസിൽ, അതായത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇറക്കിയ ഉത്തരവിന് സ്റ്റേ ലഭിക്കണമെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉത്തരവ് പുറത്തു വിടുന്നതിന് മുമ്പ് തന്നെ ഈ ഉത്തരവിനെക്കുറിച്ച് കൃത്യമായ വിവരം ഈ ഫ്രഷ് കട്ട് കമ്പനിയുടെ മാനേജ്മെൻറ്റിന് ലഭിച്ചു എന്ന് വേണം വിശ്വസിക്കാൻ. അല്ലാതെ ഈ കേസ് വളരെ വേഗം ഫയൽ ചെയ്ത് ഇന്ന് തന്നെ സ്റ്റേ ലഭിക്കണമെങ്കിൽ ഞാനതിൻ്റെ വെബ്സൈറ്റിൽ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല ഹൈക്കോടതിയിൽ. അപ്പോൾ അത് ലോഡ് ചെയ്യാൻ അല്പം സമയമെടുക്കും. അപ്പോൾ ഒന്നുകിൽ ഇന്നലെ തന്നെ ഫയൽ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് ഫയൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഇന്നലെ തന്നെ ലഭ്യമാക്കി എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു ഗൂഢാലോചന പ്രത്യേകമായി അന്വേഷിക്കണം. രണ്ടാമത്തത്, എൻ്റെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു 500 തെറികൾ കേട്ടാലറയ്ക്കുന്ന ആളുകൾക്ക് വായിക്കാൻ കഴിയാത്ത കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നെറികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെറി എഴുതിയത്. ഞാൻ ആ ഓർഡർ നിലനിൽക്കില്ല, ഏത് സമയവും കീറിപ്പോകുന്ന അല്ലെങ്കിൽ ചവറ്റുകൊട്ടയിൽ ഞാൻ എറിയുകയും ചെയ്തു അതിൻ്റെ ഒരു കോപ്പി. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ രൂക്ഷമായി എല്ലാവരും വിമർശിച്ചു. ഇത് ഞങ്ങളുടെ നേതാക്കൾ സമ്പാദിച്ച വലിയ ഉത്തരവാണ്, എല്ലാ സ്ഥലത്തും ഇന്നലെ ആഹ്ലാദ പ്രകടനം നടത്തി. ഞാൻ പറഞ്ഞു നടത്തുന്നതൊക്കെ ഇന്നലെ തന്നെ നടത്തണം, ഇന്നേക്ക് കിട്ടൂലെന്ന്. ഇന്നേക്ക് വെച്ച പരിപാടികളൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നലെ നടത്തിയ ആഹ്ലാദ പ്രകടനം നടത്തിയവർക്ക് ഒരു ദിവസത്തേക്ക് സായുജ്യം അടയാം. അപ്പോൾ ഈ ഉത്തരവ് നമുക്ക് വേണ്ടത് ഈ ഫ്രഷ് കട്ട് കമ്പനി അടച്ചുപൂട്ടുകയാണ് വേണ്ടത്. അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ് എൻ്റെ നിലപാട്. ആ നാട്ടിലെ ജനങ്ങൾക്ക് ശുദ്ധജലവും ശുദ്ധവായുവും ലഭിക്കണം, അതിന് അവരുടെ കൂടെ ഉണ്ടാവും. എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞ അതേ അഭിപ്രായം എപ്പോഴും നിലനിൽക്കുന്നു, ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. ആ സ്ഥാപനം ഇന്നത്തെ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മാലിന്യം ജനങ്ങളുടെ തലയിലേക്ക് വെക്കാൻ പാടില്ല. ജില്ലയിലെ മൊത്തം മാലിന്യം പല സ്ഥലങ്ങളിലായി സംസ്കരണ കേന്ദ്രങ്ങൾ 4 or 5 സംസ്കരണ കേന്ദ്രങ്ങൾ ജില്ലയിൽ തുറന്നുകൊണ്ട് ഈ ഇരുതുള്ളിപ്പുഴയുടെ കരക്ക് ഏത് സമയത്തും പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന ഈ സ്ഥാപനം അവിടെ നിന്ന് മാറ്റണം, അവിടെ തുടരാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ നിലപാടിന് അതിനേതൊക്കെ തരത്തിൽ സാധിക്കുമോ അതൊക്കെ തന്നെ അതിനെതിരായ പോരാട്ടത്തിന് ഞാൻ ഉണ്ടാവും. അക്കാര്യത്തിലൊന്നും ആരും വല്ലാതെ വിളച്ചിലൊന്നും എടുക്കേണ്ടതില്ല. ഞാൻ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. എല്ലാ ഇത്തരത്തിലുള്ള സമരം കൊക്കക്കോളയുടെയും അതുപോലെ പെപ്സിക്കൊക്കെ എതിരായ സമരങ്ങളിലൊക്കെ തന്നെ വ്യക്തമായി പങ്കെടുക്കുകയും അതിലൊക്കെ തന്നെ വേണ്ട രൂപത്തിൽ ഇടപെടുകയും ചെയ്ത ആളാണ്. ആരും എന്നെ അക്കാര്യമൊന്നും പഠിപ്പിക്കേണ്ട. അതുകൊണ്ട് അന്നും ഈ കൊക്കക്കോളയും പെപ്സിക്കോളയൊക്കെ എതിരെ ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സമരം നടന്നപ്പോൾ പഞ്ചായത്തിന് പ്രവർത്തിക്കാനുള്ള അനുമതി പോലും നിഷേധിച്ച ചരിത്രമാണ്. അന്നത്തെ ലീഗിൻ്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന ചെർക്കളം അബ്ദുള്ള മന്ത്രിയായിരിക്കുമ്പോൾ അപ്പോൾ പഞ്ചായത്തിൻ്റെ കോടതിയിൽ പോകാനുള്ള സാമ്പത്തിക ചെലവ് പോലും തടഞ്ഞ ആളുകളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ സമയം കളയുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഇത് കീറക്കടലാസിൻ്റെ വിലയില്ലാത്ത ഉത്തരവാണ്, ഏത് സമയവും സ്റ്റേ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു 10 ദിവസമെങ്കിലും മിനിമം എടുക്കുന്നതായിരുന്നു. കാരണം ഈ ഉത്തരവ് വന്ന് അതിൻ്റെ പേപ്പറൊക്കെ ശരിയാക്കി സ്റ്റേ വാങ്ങാനുള്ളൊരു ടൈമാണ് നമ്മളൊക്കെ ചിന്തിച്ചത്. പക്ഷേ അതിൻ്റെ മുമ്പേ ഉത്തരവ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ വിവരങ്ങൾ ഈ കമ്പനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇന്നലെ ഉത്തരവിറങ്ങി ഇന്ന് തന്നെ സ്റ്റേ വാങ്ങാൻ, ഇത്രയും വിശദമായ ഒരു ഉത്തരവ് കിട്ടുന്ന രൂപത്തിലുള്ള സ്റ്റേ വാങ്ങാനുള്ള പേപ്പറുകൾ തയ്യാറാക്കാൻ ഇവർക്ക് കമ്പനിക്ക് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സഹായം ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഉത്തരവ് പുറത്തേക്ക് വിട്ടത്. ഏതായാലും നമുക്ക് ആ ഉത്തരവിലൂടെ ഞാനൊന്ന് കിടക്കണം. എല്ലാവരും ക്ഷമിച്ച് കാണണം, സാധിക്കുന്നവരൊക്കെ ഫോളോ ചെയ്ത് തന്നെ കാണണം. കൃത്യമായ വീഡിയോകൾ മിസ്സാവാതെ കാണണം എന്ന് അഭ്യർത്ഥിക്കാൻ പൊതു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഇതിൻ്റെ എന്ന് ഇറങ്ങിയ ഹൈക്കോടതി ഉത്തരവ് ഒന്ന് വായിക്കാം. P9 ഇറ്റ്സ് എ ക്ലോഷർ ഓർഡർ. ഇതിൽ പറയുന്നുണ്ട് ഓർഡറിൽ ക്ലോഷർ, അതായത് കൊടുത്തിരിക്കുന്ന ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന ഉത്തരവ് ക്ലോഷർ ഓർഡർ issued to the petitioner by the second respondent in extension P9. What is seen alleged is that the petitioner who had already paid environmental compensation is still draining waste to the residential area near the petitioner's unit, in which respect
several complaints have been received. On such premise, extension P9 closure order is issued, calling upon the petitioner to stop all the activities completely and to close down the unit with immediate effect. ഇതിലെ രണ്ടാമത്തെ എതിർകക്ഷിയായിരിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നേരത്തെ, അതായത് നമ്മുടെ ഈ ഫ്രഷ് കട്ട് കമ്പനിക്ക് നേരത്തെ ഫൈൻ കൊടുത്തതാണ്. എന്നാൽ ആ ഫൈൻ കൊടുത്തതിന് ശേഷവും അവർ മലിനീകരണം തുടരുന്നതായിട്ട് പരാതി കിട്ടിയതുകൊണ്ട് അത് പൂർണ്ണമായി അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടാം എതിർകക്ഷി ഉത്തരവിട്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പരിഗണിക്കപ്പെടുന്ന വിഷയം. 2. Here the learned counsel for the petitioner, the learned standing counsel for the pollution control board and the learned government pleader on behalf of other respondents. ഈ കേസിൽ എല്ലാവരെയും കേട്ടു. പെറ്റീഷണർ കേട്ടു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അഭിഭാഷകനെ കേട്ടു, ലേൺഡ് ഗവൺമെൻറ് പ്ലീഡർ ഇവരെ കേട്ടു. അവിടെ ഒരു സംശയം നോക്കണം. ഈ 3 അഭിഭാഷകരും ഫയൽ ചെയ്ത ദിവസം തന്നെ എല്ലാവരും ഹാജരായിട്ടുണ്ടെങ്കിൽ ഇത് ഇവർക്ക് സ്റ്റേ കിട്ടാൻ വേണ്ടി, സത്യത്തിൽ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്താൽ ഞങ്ങൾക്ക് തിരിച്ച് അഫിഡവിറ്റ് ഫയൽ ചെയ്യണം, 2 ദിവസം മാറ്റി വെക്കണം എന്നാണ് സാധാരണ. വേണമെങ്കിൽ ഗവൺമെൻറ് അഭിഭാഷകൻ പറയുന്നത് കൊടുക്കുമ്പോൾ തന്നെ സ്റ്റേ കൊടുക്കാൻ. ഇവിടെ നോക്കണം, 3 അഭിഭാഷകന്മാർ ഇന്ന് ഹാജരായിരിക്കുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ ഈ 3 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അഭിഭാഷകനും ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് എല്ലാവരും ഇന്ന് ഹാജരാണ് ഇവർക്ക് വേണ്ടിയിട്ട്. എളുപ്പം സ്റ്റേ കിട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താണ്. അല്ലെങ്കിൽ അഭിഭാഷകൻ വരണം എന്നുള്ള രൂപത്തിലൊക്കെ ചിലപ്പോൾ കേസ് നാളേക്കോ മറ്റന്നാളത്തേക്കോ മാറ്റി വെക്കാൻ പറ്റും. നിങ്ങളുടെ അവസരം പറ്റൂലല്ലോ, 24 മണിക്കൂർ കൊണ്ട് തന്നെ സ്റ്റേ കിട്ടണം. 3. The learned counsel for the petitioner would invite the attention of this court to section P10 and P11, especially extension P11, which is the report submitted to the district collector by the secretary of the Grama Panchayat concerned. ഇതിൽ സെക്ഷൻ 11 എന്ന് പറയുന്നത് P10 ആൻഡ് P11 എന്ന് പറയുന്നത് ഈ സ്ഥാപനം നിലനിൽക്കുന്ന കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി, കട്ടിപ്പാറ UDFൻ്റെ, മുസ്ലിം ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ, ഇവർ ഭരിക്കുന്ന ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റുള്ള കട്ടിപ്പാറ പഞ്ചായത്ത്, മുസ്ലിം ലീഗ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ വകുപ്പിന് കീഴിലുള്ള കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഞങ്ങൾ ഒന്ന് പരിഗണിച്ചത്. It was clarified by the learned counsel for the petitioner that the report of inspection was called for from the panchayat by the district collector. ഈ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിനോട് റിപ്പോർട്ട് വാങ്ങിയിരിക്കുന്നത് ജില്ലാ കലക്ടറാണെന്നാണ് ഈ ഫ്രഷ് കട്ട് കമ്പനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ട് പരിശോധിക്കണം. അപ്പോൺ റിസീവിംഗ് സെവറൽ കംപ്ലയിൻറ്റ്സ് ഫ്രം ദ പബ്ലിക്, പൊതുജനങ്ങളിൽ നിന്ന് ധാരാളം പരാതി കിട്ടിയിട്ടാണ് ജില്ലാ കലക്ടർ പഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് വാങ്ങിയിരിക്കുന്നത്. The specific finding in extension P11 report of the Panchayat Secretary is to the effect that there is no indication whatsoever of draining the waste from the petitioner's unit to outside. ആ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ ഈ ഫ്രഷ് കട്ട് കമ്പനിയിൽ നിന്ന് ഒരു വേസ്റ്റും പുറത്തേക്ക് പുറന്തള്ളുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ കൃത്യമാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇന്നലെ നമ്മുടെ MLA പറഞ്ഞു, കഴിഞ്ഞ ദിവസം, ഇന്നലെ 3-4 ദിവസം മുമ്പ് അദ്ദേഹത്തോട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായും ആസൂത്രിതമായിട്ടും ഇവരൊക്കെ അറിയാതെ. ഞാൻ ചോദിക്കട്ടെ, ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിലെ സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ MLA ഉള്ള പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഷാജി മന്ത്രിയായ വകുപ്പിലുള്ള ഒരു സെക്രട്ടറിക്ക് MLA പറഞ്ഞിട്ടും അതിന് വിരുദ്ധമായൊരു റിപ്പോർട്ട് മേലോട്ട് കൊടുക്കാൻ ധൈര്യം വരുമോ? അപ്പോൾ സ്വകാര്യമായിട്ട് ഇദ്ദേഹത്തിനോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് റിപ്പോർട്ട് ഒരു തരത്തിൽ കൊടുപ്പിക്കുകയും ആളെ കബളിപ്പിക്കാൻ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പറഞ്ഞു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഇനി നോക്കുക, എന്താ അയാൾ കൊടുത്തത്? ദ റിലവൻറ്റ് ഫൈൻഡിങ്സ് ആസ് എക്സ്ട്രാക്റ്റഡ് ഹിയർ വിത്ത്. ആ ഫൈൻഡിങ്സ് കോടതി പച്ച മലയാളത്തിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കുക, അതുകൊണ്ടു തന്നെ പ്ലാന്റിൽ നിന്നും കോഴി മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകിപ്പോയതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. നോക്കണം, പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്താണേ. ഒന്നുകൂടെ വായിക്കാം. തല തിരിയാത്ത കുറേ ആൾക്കാരുണ്ട്, കുറേ ആളുകളുണ്ട്, തല ടാട്ടുന്ന കുറേ ജീവികളുണ്ട്. അവർ ഒന്നുകൂടി ശരിക്ക് കേൾക്കുക. അതുകൊണ്ട് തന്നെ പ്ലാന്റിൽ നിന്നും കോഴി മാലിന്യങ്ങൾ പുറത്തേക്കൊഴുകിപ്പോയതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. രണ്ടാമത്തത്, അടുത്ത എക്സ്റ്റൻഷനിൽ കൊടുത്തത്, കൂടാതെ പ്ലാന്റിൻ്റെ പുറകുവശത്തുകൂടെ ഒഴുകുന്ന പുഴയിലും പരിശോധന നടത്തി. പുഴയിൽ ഒന്നും തന്നെ പ്ലാന്റിൻ്റെ മാലിന്യങ്ങൾ പ്ലാന്റിൽ വെള്ളം കയറിയതിൻ്റെ ഭാഗമായി ഒഴുകിയെത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഞാൻ ചിരിക്കുന്നില്ല, ചിരിച്ചതാ പ്രശ്നം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചിരിച്ചത് ലീഗിൻ്റെ ആൾക്കാരൊക്കെ UDF വലിയ സങ്കടമായി, കുറേ സുഹൃത്തുക്കൾ. ഞാൻ സങ്കടപ്പെട്ടു തന്നെ കേട്ടോ. നോക്കുക,
കൂടാതെ മാലിന്യങ്ങൾ ഇപ്രകാരം വെള്ളം കയറുന്ന സന്ദർഭങ്ങളിൽ പുറത്തേക്കൊഴുകുന്ന വിധത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുമില്ല. ഇനി വെള്ളം കൂടി കയറിവിട്ട് അങ്ങനെ പുറത്തേക്കൊഴുകുന്ന രൂപത്തിൽ ഈ കമ്പനിയിൽ സൂക്ഷിച്ചിട്ടില്ല. ആരാ പറയുന്നത്? കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇവരുടെ മൗനം സമ്മതമല്ലാതെ ഇങ്ങനൊരു ഉത്തരവ് കൊടുക്കുമോ? ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമോ? അയാളെ സ്ഥാനം എവിടെ ആയിരിക്കും? ഇടുക്കിയിലോ അല്ലെങ്കിൽ അട്ടപ്പാടിയിലോ കൊണ്ടുപോയിട്ട് തട്ടൂലേ? അതിന് പേടിയുള്ളൊരു സെക്രട്ടറി കൊടുക്കുമോ? ഇവർ മൗനം സമ്മതം ഒരു ഭാഗത്ത് സെക്രട്ടറിയെ കൊണ്ട് റിപ്പോർട്ട് കമ്പനിക്ക് അനുകൂലമായി കൊടുക്കാനുള്ള ഒത്തുകളി കളിച്ച് ഇവർ വിചാരിച്ചത് പുറത്ത് വരില്ല, ഈ റിപ്പോർട്ട് പുറത്ത് വരില്ല, എന്നിട്ട് ഒരു ഭാഗത്ത് തുറക്കാനുള്ള സൗകര്യം. ഇതാരാ? ഇടതുപക്ഷമാണോ? പിണറായി വിജയനാണോ? രാജേഷാണോ മന്ത്രി? പറയണം. നിങ്ങൾ കുറേ തുള്ളുന്നുണ്ടല്ലോ. ഈ റിപ്പോർട്ട് കേരളത്തിൽ നിങ്ങളെ കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുമ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF അല്ലല്ലോ, കട്ടിപ്പാറ അല്ലല്ലോ. കൊടുവള്ളിയുടെ MLA ഈ പാവപ്പെട്ടവനെല്ലാം തോറ്റുപോയതല്ലേ? ജയിച്ചത് നിങ്ങളെ ലീഗിൻ്റെ MLA ആണ്. ഈ വകുപ്പ് ഭരിക്കുന്ന ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി ആരാ? സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ അവർകളല്ലേ? അല്ലേ? അദ്ദേഹം അല്ലേ? സാറല്ലേ? അപ്പോൾ അവിടെ വേറെ ആർക്കും സ്വാധീനമില്ലല്ലോ. മലയാളത്തിൽ കൃത്യമായി വായിച്ചു കേട്ടല്ലോ. സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീണ്ടും അത് വായിച്ചു തരും കേട്ടോ. ഇനി ദ ലാൻഡ് കൗൺസിൽ വുഡ് സബ്മിറ്റ് ദാറ്റ് ദിസ് ഇൻസ്പെക്ഷൻ വാസ് കണ്ടക്റ്റഡ് ഓൺ 2/8/2026. ഇനി മലയാളത്തിലായി പോണ്ട 2 ഓഗസ്റ്റ് 2026, 2026 ആഗസ്റ്റ് 2-ാം തീയതി, ഈ മാസം 2-ാം തീയതിയാണ് ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കുന്നത്. Therefore, the allegation in extension P9 can only be wrong. അതുകൊണ്ട് തന്നെ ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കമ്പനിക്കെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പരിപൂർണമായും തെറ്റാണ്. It is further pointed out by the Land Council for the petitioner that no notice whatsoever was issued to the petitioner before issuance of the extension P9 order. അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് തരുന്നതിന് മുമ്പ് ഒരു നോട്ടീസും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ പഴയ വീഡിയോയിലുണ്ട്. ആവർത്തന വിരസത വേണ്ട, നമുക്ക് ആവർത്തന വിരസത വേണ്ട, പഴയത് ഒന്ന് കണ്ടൂല. അടുത്ത 4, having heard the Land Council appearing for the respective parties, this court finds prima facie merits in the contentions raised by the petitioner. As pointed out, extension P9 does not contain any specific reason. നോക്കട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞു ഒന്നുകൂടി, ആ വീഡിയോ ദയവ് ചെയ്തൊന്ന് കാണണം, വീണ്ടും ആവർത്തിക്കുകയല്ല. ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഉത്തരവിൽ P9, അതായത് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിൽ നോട്ട് കണ്ടെയ്ൻ എനി സ്പെസിഫിക് റീസൺ, എന്തിന് അടച്ചു പൂട്ടണമെന്ന് കാരണം പറയുന്നില്ല. എന്നിട്ട് except a bold allegation that the petitioner is enabling flow of waste to the residential area nearby. വെറുതെ പറഞ്ഞ് അങ്ങനെ പറയാം. ബാൾഡ് അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞിങ്ങനെ തള്ളി പോവുകയാണ്, ഇയാൾ കുറേ ഒഴുക്കുന്നത് അങ്ങ് പറഞ്ഞ് തള്ളി പോകുക എന്നല്ലാതെ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് എവിടെ, എന്ന്, എപ്പോൾ ഒഴുക്കി എന്ന് തെളിവ് സഹിതം ഈ ഉത്തരവിൽ പറയുന്നില്ല. ദിസ് ഈസ് നോട്ട് സബ്സ്റ്റാൻഷിയേറ്റഡ് ബൈ എനി ഇൻസ്പെക്ഷൻ. ഏതെങ്കിലും ഒരു പരിശോധനയിലൂടെ ഇത് സാധൂകരിക്കപ്പെട്ടിട്ടില്ല. വാട്ട്സ് ഓഫർ ബൈ ദ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇനി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലും അത് പരിശോധിച്ചിട്ടില്ല. അറ്റ് എനി റേറ്റ് ദർ ഈസ് നോ റെഫറൻസ് ഓഫ് എനി സച്ച് ഇൻസ്പെക്ഷൻ ഇൻ എക്സ്റ്റൻഷൻ P9 ഓർഡർ. ഈ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിൽ ഒരു പരിശോധനയെക്കുറിച്ച് പറയുന്നില്ല. പഞ്ചായത്തിൻ്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ കലക്ടറുടെ റിപ്പോർട്ടോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിപ്പോർട്ടോ ഇനി MLA പോയി കണ്ടതുപോലും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. ഇനി ദാറ്റ് പാർട്ട് a recent inspection report by the panchayat secretary would prima facie show to the contrary. അടുത്ത കാലത്ത്, അതായത് 2-ാം തീയതി പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയ ഇൻസ്പെക്ഷൻ ഈ ഉത്തരവിന് നേരെ വിരുദ്ധവുമാണ്. ബിസൈഡ്സ് നോ ഷോക്കോസ് നോട്ടീസ് വാട്ട്സപ്പ് വാസ് ഇഷ്യൂഡ് ടു ദി പെറ്റീഷണർ ബിഫോർ ഇഷ്യൂയിങ് ദ ഓർഡർ. ഒരു ഷോക്കോസ് നോട്ടീസ് ഇതിനു മുമ്പാണ് കൊടുത്തിട്ടുമില്ല. ഇനി 5, in such circumstances extension P9 will stand stayed for the time being. ഇമാതിരി വേലത്തരങ്ങൾ ഒപ്പിച്ചിരിക്കുന്ന ഉത്തരവായതുകൊണ്ട്, ഞാനത് മലയാളം നന്നാക്കി പറയാണ്, ഇമാതിരി തട്ടിപ്പ് പരിപാടി ആയതുകൊണ്ട്, എന്നാൽ കോടതിയിലെ പച്ചമലയാളം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അതായത് ഈ സാഹചര്യത്തിൽ ഈ ഉത്തരവ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു. കോടതിക്ക് അതേ ചെയ്യാൻ കഴിയുള്ളൂ. കോടതി കൈമലർത്തി എന്താ ചെയ്യുക? നിങ്ങൾ ഇവർക്ക് വേണ്ടി ഇറക്കി കൊടുത്ത ഉത്തരവല്ലേ, ഞാൻ പറഞ്ഞില്ലേ. ഇനി നോക്കാം. There will be a direction to the third respondent, environmental engineer, to inspect the petitioner's unit at the earliest. ഞങ്ങൾ ഒരു ഡയറക്ഷൻ വെക്കുകയാണ്, ഒരു നിർദ്ദേശം. എന്താണ്? തേർഡ് റെസ്പോണ്ടൻറ്റ് ജില്ലാ കലക്ടറുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു പ്രതിനിധി ആ സ്ഥാപനത്തിൽ, അവിടുത്തെ എഞ്ചിനീയർ അവിടെ പോയിട്ട് ഇതൊന്ന് പരിശോധിക്കണം. ഈ കോടതി പോലും ജനങ്ങളുടെ കൂടെയാണ്. കോടതിക്ക് സങ്കടം തോന്നിയത് തള്ളുന്ന സമയത്ത് കോടതി നമ്മുടെ ആ പ്രദേശത്തെ ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് നിങ്ങൾ ചെയ്യാത്ത പണി ചെയ്യാൻ പറയാണ്.
ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഒരു എഞ്ചിനീയർ അവിടെ പോയി പരിശോധിക്കണം. നിങ്ങൾ പരിശോധിക്കാതെ കമ്പനിക്ക് അനുകൂലമായ തള്ളിപ്പോകുന്ന ഉത്തരവിറക്കി അങ്ങനെ പറ്റൂല. നിങ്ങൾ പോയി പരിശോധിക്കണം. ഗവൺമെൻറ് ചെയ്യാത്തത് കോടതി ചെയ്യിക്കുക എന്ന് കുറേ ആൾക്കാർ പറയുക. അവിടെ പോയി പരിശോധിക്കുക. ആരാ പറഞ്ഞത്? ഗവൺമെൻറ് അല്ല, ഹൈക്കോടതിയാണ് പറഞ്ഞത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ എഞ്ചിനീയർ അവിടെ പോയി പരിശോധിക്കണം. ദയർലിയസ് ഏറ്റവും വേഗം വേണം. So as to specifically ascertain whether any waste is being drained to the residential area. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും വേസ്റ്റ് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകി വിടുന്നുണ്ടോ ആസ് അലീഗ്ഡ് ഇൻ എക്സ്റ്റൻഷൻ P9. ഈ ഉത്തരവ് പറയുന്നവർ ഉണ്ടോ എന്നൊന്ന് പോയി പരിശോധിക്കും. നേരത്തെ ഉത്തരവ് ഇറക്കുന്നതിന് മുമ്പ് പരിശോധിച്ചില്ല, അതുകൊണ്ടാണ് തള്ളിപ്പോകുന്നതല്ലോ. The first respondent will nominate a competent officer to accompany the third respondent at the time of inspection. ഇത് പരിശോധിക്കുമ്പോൾ ഇതിൽ ഒന്നാമത്തെ എതിർകക്ഷിയായ ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ പരിശോധന നടത്തുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥനെ അനുഗമിക്കേണ്ടതാണ്. എന്നിട്ട് പറയുന്നത് എ റിപ്പോർട്ട് ഷാൾ ബി ഫയൽഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആഫ്റ്റർ ഇൻസ്പെക്ഷൻ എ റിപ്പോർട്ട് ഷാൾ ബി ഫയൽഡ്. പരിശോധിച്ചിട്ട് റിപ്പോർട്ട് വെക്കണം. സ്പെസിഫിക്കലി എന്യൂമറേറ്റിംഗ് ദ സർക്കംസ്റ്റാൻസസ് ആൻഡ് ദി സിറ്റുവേഷൻ പ്രിവെയിലിംഗ് ഇൻ ദ പെറ്റീഷനേഴ്സ് യൂണിറ്റ്. വളരെ കൃത്യമായിട്ട് ആ യൂണിറ്റിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കണം. ആഫ്റ്റർ അഡ്രസ്സിംഗ് ദ ഇഷ്യൂ വെദർ എനി വേസ്റ്റ് ഈസ് ബീയിങ് ഡ്രെയിൻഡ് ടു ദി റെസിഡൻഷ്യൽ ഏരിയ ഓർ നോട്ട്. വളരെ കൃത്യമായി നിങ്ങൾ പരിശോധിക്കണം. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്തെങ്കിലും വേസ്റ്റ് ഒഴുക്കി വിടുന്നുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. ഗവൺമെൻറ് പരിശോധിപ്പിച്ചിട്ടില്ല. ഗവൺമെൻറ് വാറോൽ ഉത്തരവിറക്കിയത്. ഹൈക്കോടതിക്ക് ഇത് കണ്ടപ്പോൾ സങ്കടം തോന്നുകയാണ് ഈ തട്ടിപ്പ് ചെയ്തപ്പോൾ. ഹൈക്കോടതി കഴിഞ്ഞാൽ കൂടെ നിങ്ങൾ ക്രെഡിറ്റ് എടുക്കരുത്. ഹൈക്കോടതിയുടെ ക്രെഡിറ്റാണ്. ഹൈക്കോടതി പറഞ്ഞിരിക്കുക ഇതൊക്കെ പോയി ഒന്ന് പരിശോധിക്കണം. ഈ വാറോലല്ല വേണ്ടത്, ഇതൊക്കെ പോയി പരിശോധിക്കണം. എന്നിട്ട് എനി അതർ ഫാക്ച്വൽ സർക്കംസ്റ്റാൻസസ് പ്രിവെയിലിംഗ് ഇൻ ദി റെസ്പെക്ട് ഓഫ് ദി പെറ്റീഷനേഴ്സ് യൂണിറ്റ്. എന്തെങ്കിലും വാറന്റിങ് ഇഷ്യൂൻസ് ഓഫ് എ ക്ലോഷർ ഓർഡർ വിൽ ഓൾസോ ബി സ്പെസിഫിക്കലി അഡ്വർട്ടഡ്. ഇവിടെ എന്തെങ്കിലും അടിയന്തരമായി ഈ കമ്പനി അടച്ചുപൂട്ടാൻ ആവശ്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് തരണം. 7. In view of the urgency of the situation, let the matter be posted on 13th August 2026. ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ട് ആഗസ്റ്റ് 13 ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതാണ്. എ ജോയിൻറ്റ് റിപ്പോർട്ട് ബൈ ദ പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ആൻഡ് ദി തേർഡ് റെസ്പോണ്ടൻറ്റ് ഷാൾ ബി ബിഫോർ ദിസ് കോർട്ട് ബൈ ദ നെക്സ്റ്റ് പോസ്റ്റിംഗ് റേറ്റ്. 13-ാം തീയതി കേസ് പരിഗണിക്കുന്ന സമയത്ത് ഈ കേസിലെ ഒന്നാം എതിർകക്ഷിയുടെ പ്രതിനിധിയും മൂന്നാമത്തെ എതിർകക്ഷിയും ചേർന്ന് നടത്തിയ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഇതോടൊപ്പം നമ്മുടെ കോടതിയിൽ 13-ാം തീയതി സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉത്തരവ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കമ്പനി, ഈ നമ്മുടെ ഫ്രഷ് കട്ട് കമ്പനി നിങ്ങളുടെ വാറോലക്കെതിരെ കോടതി പോയപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പ് ഒത്തുകളിയാണ്. ഇനി ക്രെഡിറ്റ് എടുക്കാൻ വരരുത്. ഹൈക്കോടതി മനസ്സിലായത് തട്ടിപ്പാണ്. അപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് അവർ ഇനിഷ്യേറ്റ് ചെയ്താണ്. അവരാ പറഞ്ഞത് കലക്ടറുടെ, നമ്മുടെ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രതിനിധിയും അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എഞ്ചിനീയറും സംയുക്തമായി പരിശോധന നടത്തി 13-ാം തീയതി റിപ്പോർട്ട് തരണം. എന്നാലേ ഒരു ഉത്തരവ് ഇറക്കാൻ കഴിയുള്ളൂ. ജനങ്ങളുടെ പ്രശ്നം ഹൈക്കോടതി ഏറ്റെടുത്താണ്, നിങ്ങളല്ല. നിങ്ങളിനി ഏറ്റെടുക്കാൻ വരരുത്. നിങ്ങൾ ചൊറിയുക, തെറി എഴുതുക, നിങ്ങളുടെ സംസ്കാരം കാണിക്കുക. ആരെങ്കിലും തെറ്റാന്ന് പറയുന്നവർക്കെതിരെ ചൊറിഞ്ഞ് പറഞ്ഞ് നിങ്ങൾ തെറി എഴുതിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ സംസ്കാരമാണ്. തിരിച്ച് ഞങ്ങളാരും അങ്ങനെ എഴുതില്ല. അത്തരം മറുപടിയും കിട്ടുകയില്ല. അത് നിങ്ങളുടെ സംസ്കാരം. അത് സമൂഹം മനസ്സിലാക്കട്ടെ. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറഞ്ഞതിൽ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ ഞാൻ മറുപടി പറയും. അല്ലാതെ തെറി ആർക്കും പറയാം. ഏത് ലീഗും ഏത് കോൺഗ്രസിനും ആർക്കും പറയാം. പക്ഷേ ന്യായം പറയുമ്പോൾ അതിന് മറുപടി പറയും. നിങ്ങൾക്ക് എൻ്റെ വാദത്തിൽ ഞാൻ ഈ വായിച്ചതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിന് ഞാൻ തെറ്റ് പറ്റിയാൽ ഞാൻ ക്ഷമ പറയും. അല്ലാതെ തെറി എഴുതി വെച്ചുകൊണ്ടല്ല ഇതിന് മറുപടി പറയേണ്ടത്. നിങ്ങൾ വെറും കാട്ടിക്കൂട്ടലാണ്, കപട നാടക കളിക്കുന്നത്. കമ്പനി പൂട്ടുകയാണ് വേണ്ടത്. ജനങ്ങളുടെ കുടിവെള്ളമാണ് ഉറപ്പുവരുത്തേണ്ടത്. അതിന് ഒരു സംശയമില്ല, അവരെ കൂടെ ഉണ്ടാവും. ആ സമരത്തിനും നിയമപരമായ പോരാട്ടത്തിനും എല്ലാ ഇന്ന് കുറേ ആൾക്കാർ ചോദിക്കുക 10 കൊല്ലം നിങ്ങൾ അങ്ങനെ എത്ര തീയതി തുടങ്ങണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? തുടങ്ങുന്നതെന്ന് തുടങ്ങും. എനിക്ക് അതിനെ കൂടെ ചേരണമെന്ന് എനിക്ക് സന്ദർഭം ഇപ്പോഴാണ് കേട്ടത്. ഇതിന് മുമ്പ് എന്നെ ആരും വിളിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഞാനിത് കൂടെ ഉണ്ടാവും. ആ സമരസമിതി നമ്മളെ ക്ഷണിച്ചില്ല. കഴിഞ്ഞ ദിവസം തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പോകും. എല്ലാ പരിപാടിയിലും വേണ്ട രൂപത്തിൽ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും. എന്നോട് തെരഞ്ഞെടുപ്പിൽ ആളുകൾ നിലപാട് ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് വലിയ വേലത്തരൊന്നും വേണ്ട. കാര്യങ്ങൾ വളരെ മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളങ്ങനെ പറ്റിക്കൊന്നും വേണ്ട. ആളുകൾക്ക് മനസ്സിലാവും. ആഘോഷ പ്രകടനമൊക്കെ തൽക്കാലം നിർത്തി വെച്ചിട്ട് ഇനി നമുക്ക് ഹൈക്കോടതിക്ക് അഭിവാദ്യം വിളിക്കാം. മറ്റതവിടെ നിൽക്കട്ടെ. സതീശനും നമ്മുടെ മറ്റ് ആളുകൾക്കൊക്കെ വിളിക്കുന്നത് നിർത്തിയിട്ട് നമുക്ക് കേരള ഹൈക്കോടതി സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് അഭിവാദ്യം അർപ്പിക്കാം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. നന്ദി, നമസ്കാരം.